Welcome back, my dear students, on a new lecture on Laplace transform. So, previous lecture, നമ്മൾ integration of Laplace transformum അതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്തു. Now we are going to discuss using this result trying to solve differential equations with variable coefficients. So, നമ്മൾ Laplace transform കൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്തു. അവിടെയെല്ലാം എ വൈ ഡബിൾ ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 വിത്ത് എ കണ്ടീഷൻ ദാറ്റ് വൈ ഓഫ് 0 ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് a1 ആൻഡ് വൈ ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് a2. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. സോ ഇതിൻ്റെ ഹയർ ഓർഡർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അവിടെ എല്ലാം എയും ബിയും കോൺസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് തന്നിരുന്നത്. സോ ഇവിടെ എയും ബിയും കോൺസ്റ്റൻസ് അല്ല എങ്കിൽ, എയും ബിയും സിയും ഒന്നും കോൺസ്റ്റൻസ് അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ കോഎഫിഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ വേരിയബിൾസിന് കോൺസ്റ്റൻസിന് പകരം വേറെ വേരിയബിൾസ് വരും. അങ്ങനെയുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളത് ചെയ്തത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെങ്കിൽ നമ്മൾ എൽ ഓഫ് വൈ ഓഫ് ടി അല്ലെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്ന് എടുത്തിട്ടാണ് ചെയ്തത്. സോ എൽ ഓഫ് വൈ ഡാഷ് ഓഫ് ടി y dash of t was sy of s minus y of 0 ആയിരുന്നു. L of y double dash of t was s square y of s minus sy of 0 minus y dash of 0 ആയിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വേരിയബിൾ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും അതൊരു ചില എക്സെപ്ഷണൽ ഒരു ചില പർട്ടിക്കുലർ കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അവിടത്തിന് വേണ്ടി നമുക്ക് അറിയാവുന്ന യൂസ് ചെയ്യുന്ന ഐഡിയ എൽ ഓഫ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി വൈ ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് വൈ ഓഫ് എസ് ആണ്. നമുക്കറിയാം, കാരണം എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ, അപ്പം ഇത് വെച്ചിട്ട് ഇവിടെ ടി ഇവിടെ സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് പകരം ടി വൈ ഓഫ് ടി ആണെങ്കിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. ഇനിയും ഇവിടെ വൈ ഡാഷ് ഓഫ് ടിക്ക് പകരം എൽ ഓഫ് ടി വൈ ഡാഷ് ഓഫ് ടി ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇതാണ് എഫ് ഓഫ് എസ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ മൈനസ് ടി ബൈ ഡി എസ് ഓഫ് എസ് വൈ ഓഫ് എസ് മൈനസ് y of 0. Okay, so this should be equal to, with respect to s ആണ്, so first function into derivative of second. So minus വെളിയിലുണ്ട്, s into dy by ds plus second function y of s into derivative of s. Derivative of s is 1. മൈനസ് വൈ ഓഫ് 0 ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ദിസ് ഷുഡ് ബി വൈ ഓഫ് എസ് ആദ്യം എഴുതുന്നു, മൈനസ് വൈ ഓഫ് എസ് മൈനസ് എസ് ഡി വൈ ബൈ ഡി എസ് ആണ്. അപ്പം എൽ ഓഫ് ടി വൈ ഡാഷ് ഓഫ് ടിക്ക് പകരം മൈനസ് വൈ ഓഫ് എസ് മൈനസ് എസ് ഡി വൈ ബൈ ഡി എസ് എന്ന് കൊടുക്കാം. ഇനിയും അതിൻ്റെ പകരം ടി വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് വരുന്നതെങ്കിലോ എൽ ഓഫ് ടി വൈ ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ ആൻസർ ആണ്. അതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് വാട്ട് എസ് സ്ക്വയർ
s square y of s minus s y of 0 minus y dash of 0. So minus വെളിയിലെടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സോ എസ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് പ്ലസ് വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2s മൈനസ് ഇവിടെ എസ് ഇൻറ്റു വൈ ഓഫ് 0 കോൺസ്റ്റന്റ് ആണ്. സോ വൈ ഓഫ് 0 ഇൻറ്റു എസിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 മൈനസ് വൈ ഡാഷ് ഓഫ് 0 ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. So this should be equal to minus of s square dy by ds plus 2sys minus y of 0. സോ ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ടിക്ക് പകരം ടി സ്ക്വയർ ആണെങ്കിൽ നമ്മളുടെ എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഷുഡ് ബി ഈക്വൽ ടു minus 1 raised to n d by ds raised to n into f of s. nth ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസിന് പകരം ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ വിൽ ഗെറ്റ് ടിക്ക് പകരം ടി റേസ് ടു n ആണെങ്കിൽ യു ക്യാൻ ഈസിലി ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടിയുടെ ഹയർ പവേഴ്സ് ടി വൈ ഡാഷ് ഓഫ് ടിയും ടി വൈ ഡബിൾ ഡാഷ് ഓഫ് ടി മാത്രമല്ല ടി സ്ക്വയർ ടി ക്യൂബ് ടി റേസ് ടു 4 ഇങ്ങനെയുള്ള ഏത് ഹയർ പവേഴ്സിൻ്റെ കേസിലും നമുക്ക് ഇത് തന്നെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ ഫസ്റ്റ് കേസിൽ വൈ ഓഫ് എസ് എന്നുള്ളത് ഇതാ എഫ് ഓഫ് എസ് എന്നുള്ളത് ഇതാണ്. രണ്ടാമത്തെ കേസിൽ എഫ് ഓഫ് എസ് എന്നുള്ളത് എസ് വൈ ഓഫ് എസ് മൈനസ് 0 ആണ്. മൂന്നാമത്തെ കേസിൽ ഈ ഇതിൻ്റെ വാല്യൂ ആണ്. സോ ദാറ്റ്സ് ദ ഓൺലി തിങ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉള്ള ചില വേരിയബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷനുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ലാഗ്വേഴ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന സൊല്യൂഷനെയാണ് ലാഗ്വേർ പോളിനോമിയൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ റിസൾട്ടുകൾ കൊണ്ടായിരിക്കും ലാഗ്വേർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം ടി വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു വൈ ഡാഷ് plus ny is equal to 0 with n is equal to 0, 1, 2, 3, etc. are called Laguerre differential equation. സോ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. സോ സൊല്യൂഷൻ, സോ കൺസിഡർ L of y of t is equal to what? Capital Y of s. Then L of y dash of t is equal to എന്താണ് s y of s minus y of 0 and L of y double dash of t is equal to s square y of s minus s y of 0 minus y dash of 0. അതിൽ നിന്ന് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ L of t y double dash of t is equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസിൽ ആൻഡ് ടേക്ക് മൈനസ്. സോ അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. മൈനസ് ഓഫ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ് പ്ലസ് 2s y of s മൈനസ് small y of 0. Okay, so L of t y dash should be equal to, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈനസ് y of s മൈനസ് s dy by ds മൈനസ് y of s മൈനസ് s dy by ds. ഓക്കെ, സോ ഇത് രണ്ടും ആണ് നമുക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. ടി വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു
y dash plus ny equal to 0. This implies ty double dash plus 1 into y dash is y dash minus ty dash plus ny is equal to 0. Now applying Laplace transform. Laplace transform applying L of t y double dash plus L of y dash minus L of t y dash plus n വിടലെടുത്തിട്ട് L of y is equal to 0. Reason linearity of Laplace transform വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L of ty double dash of t is equal to ഈ മൈനസ് അകത്തോട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് എഴുതുന്നത്. സോ മൈനസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ് മൈനസ് 2s y of s. സോ അടുത്ത ടേം ഈ മൈനസ് അകത്തോട്ട് മൈനസും മൈനസും പ്ലസ് പ്ലസ് y of 0. ഓക്കെ, പ്ലസ് എൽ ഓഫ് വൈ ഡാഷ് ഉണ്ട് എസ് വൈ ഓഫ് എസ് മൈനസ് y of 0 മൈനസ് ടി വൈ ഡാഷിൻ്റെ വാല്യൂ ഉണ്ട്. ടി വൈ ഡാഷിൻ്റെ വാല്യൂ മൈനസ് ഓഫ് ദിസ് ആണ്. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും മൈനസും പ്ലസ് ആകും. സോ പ്ലസ് y of s പ്ലസ് y of s പ്ലസ് എസ് ഡി വൈ ബൈ ഡി എസ്. ഇവിടുത്തെ രണ്ട് ടേമും പ്ലസ് ആകും, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട്. പ്ലസ് n ഇൻറ്റു എൽ ഓഫ് വൈ ഈസ് ആക്ച്വലി y of s ഈസ് ഈക്വൽ ടു 0. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഇവിടെ ഒരു പ്ലസ് y of 0 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് y of 0 ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ ദ റിമൈനിങ് ടേംസിൻ്റെ അകത്തുനിന്ന് നമ്മൾ y of sൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുന്നു, ഡി വൈ ബൈ ഡി എസിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുന്നു. സോ ഡി വൈ ബൈ ഡി എസിൻ്റെ ടേംസ് എന്ന് പറയുന്നത് എസ് ഡി വൈ ബൈ ഡി എസ് മൈനസ് എസ് സ്ക്വയർ ഡി വൈ ബൈ ഡി എസ്. ഇത് രണ്ടുമാണ് ഡി വൈ ബൈ ഡി എസിൻ്റെ ടേംസ്. പ്ലസ് വൈ ഓഫ് എസിൻ്റെ ടേംസ്, ഇവിടെ വൈ ഓഫ് എസ്, ഇവിടെ എസ് വൈ ഓഫ് എസ്, ഇവിടെ എൻ വൈ ഓഫ് എസ്, ഇവിടെ -2, ഇവിടെ -2s വൈ ഓഫ് എസും പ്ലസ് എസ് വൈ ഓഫ് എസും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ മൈനസ് എസ് വൈ ഓഫ് എസ് ആവും. സോ ദിസ് ഈസ് വൈ ഓഫ് എസ് പ്ലസ് എൻ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഒരു വൈ ഓഫ് എസ് എസ് വൈ ഓഫ് എസ് ഉണ്ട്, ഇവിടെ -2s വൈ ഓഫ് എസ് ഉണ്ട്, കൂട്ടുമ്പോൾ മൈനസ് എസ് വൈ ഓഫ് എസ് എന്ന് കിട്ടും. സോ ദിസ് ഇംപ്ലൈസ് ഇവിടെ ഡി വൈ ബൈ ഡി എസ് കോമൺ എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എസ് ഇൻറ്റു എസ് മൈനസ് എസ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈ ഓഫ് എസ് ഇൻറ്റു ഇവിടെ ആദ്യം n എഴുതുന്നു, n പ്ലസ് 1 മൈനസ് എസ് ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു ഡി വൈ ബൈ ഡി എസ് ഇൻറ്റു എസ് മൈനസ് എസ് സ്ക്വയർ. ഇനി ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഓഫ് എസ് ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് എസ്. വൈ ഓഫ് എസ് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ഡി വൈ ബൈ വൈ, ഡി വൈ ബൈ വൈ ഇത് അപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 മൈനസ് എസ് divided by s minus s square ds. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഡെറിവേറ്റീവിനെ സോൾവ് ചെയ്യുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എസിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലുമാണ്. അപ്പോൾ ഡി വൈയുടെ കൂട്ടത്തിൽ വൈ കൊണ്ടുവരുന്നു, ഡി എസ് അപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഇത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ല. ഇതിന് ദിസ് ഫോം ഈസ് ഈക്വൽ ടു ദിസ് ഫോം എന്നുള്ളത് ഒരു എക്സ്പ്രഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ച് ഇത് ഡി എസിനെ റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലുള്ള പ്രോസസ്സ് അല്ല ഇവിടെ ചെയ്തതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ദിസ് ക്യാൻ ബി റിട്ടേൺ ഇൻ ആൻ ഇക്വലന്റ് ഫോം ഓഫ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൽ ഓഫ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ വൈ ഓഫ് എസ് എന്നാണ് കൊടുത്തത്. ഓക്കെ, സോ വൈ ഓഫ് ടി ആണ് നമ്മുടെ സൊല്യൂഷൻ, വിച്ച് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ്. സോ നമുക്ക് ഇവിടെ നമുക്ക് ഡി വൈ അതായത് ഡെറിവേറ്റീവ് ഓഫ് വൈയുടെ ഫോമിലാണ് ദിസ് ഫോം ഈസ് തന്നിരിക്കുന്നത്.
അതിൻ്റെ അകത്തുനിന്ന് ആദ്യം വൈ ഓഫ് എസ് കണ്ടുപിടിക്കണം. വൈ ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് സൊല്യൂഷൻസ് കിട്ടത്തുള്ളൂ. സോ ഇവിടെ ആദ്യം ഈ ഡി വൈ ബൈ ഡി വൈ, അല്ലെങ്കിൽ ഇതൊരു വൈയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സൊല്യൂഷൻ കിട്ടുന്നത്, സ്മോൾ വൈ ഓഫ് ടി കിട്ടുന്നത്. സോ വി ഹാവ് ടു, സോ ദിസ് ഈസ് എ differential equation in y, so we have to solve it and obtain y. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യണം? വൈ ഓഫ് എസിന്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. ഇവിടെ വൈ മാത്രമേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഈസിയസ്റ്റ് വേസ് ഇന്റഗ്രേഷൻ. സോ ഇന്റഗ്രൽ ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് സോ മൈനസ് ഇന്റഗ്രൽ ഓഫ് n പ്ലസ് 1 മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഡി എസ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിനെ ഈ അകത്തെ ഭാഗത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതിയാൽ ദിസ് ഈസ് മൈനസ്, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ നമ്മൾ എസ്, ഇതിനെ നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ, ഇവിടുത്തെ ഈ മൈനസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എസ് ഇൻറ്റു എസ് മൈനസ് 1 എന്ന രൂപത്തിൽ എഴുതിയപ്പോൾ തന്നെ മൈനസ് ക്യാൻസൽ ആയി. കാരണം എസ് മൈനസ് എസ് സ്ക്വയർ ആയിരുന്നു നമ്മുടെ ടേം. അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ മൈനസ് എസ് ആയി, വിച്ച് ഈസ് എസ് ഇൻറ്റു എസ് മൈനസ് 1 ആയി. നമ്മൾ ഇതിനെ ഈ ഫോമിലാണ് എഴുതുന്നത്. സോ ഇനിയും തൊട്ട് മൈനസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ദർ ഇസ് നോ മൈനസ് ഹിയർ ആസ് വെൽ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഡി എസ്. നിങ്ങൾക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ആസ് ദിസ്. സോ ദിസ് ഇതിൻ്റെ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് എന്ന് വെള്ളിലെടുത്ത ഇൻ്റഗ്രൽ 1 ബൈ എസ് മൈനസ് 1 ഡി എസ് മൈനസ് n പ്ലസ് 1 വെള്ളിലെടുത്താൽ ഇൻ്റഗ്രൽ 1 ബൈ എസ് ഡി എസ്. ഓക്കെ, 1 ബൈ വൈ ഡി വൈയുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ലോഗ് വൈ. സോ ലോഗ് വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 ബൈ എസ് മൈനസ് 1 ഇൻ്റഗ്രൽ ലോഗ് എസ് മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഇൻറ്റു 1 ബൈ എസിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എസ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് m log a is equal to log a raised to m. So this is log s minus 1 the whole raised to n minus log s raised to n plus 1. Log a minus log b is equal to log a by b. So this can be written as log y is equal to log s minus 1 the whole raised to n divided by s raised to n plus 1. ഓക്കെ, സോ നമുക്ക് y ആയിരുന്നു ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ y കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ടേക്കിംഗ് exponentiation on both sides, log exponentialum inverse function ആയതുകൊണ്ട് e raised to log y should be equal to y is equal to s minus 1 the whole raised to n divided by s raised to n plus 1. So നമുക്ക് y യുടെ വാല്യൂ കിട്ടി. Then the solution is y of t is equal to L inverse y of s. So which is equal to L inverse s minus 1 the whole raised to n divided by s raised to n plus 1. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That's our next objective. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ഒരു ഡയറക്റ്റ് മെത്തേഡിലല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ഇറ്റ് സൊല്യൂഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ln. ln is equal to y of t. We will prove that L naught is equal to 1 and ln is equal to e raised to t by n factorial into
d by dt raised to n, d raised to n by dt raised to n of t raised to n into e raised to minus t for n is equal to 1, 2, 3, etc. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ആൻസർ ഷുഡ് ബി ഈസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ lnൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു എസ് മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ സൊല്യൂഷൻസിനെയാണ്, ഈ ലാഗ്വേർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസിനെയാണ് ലാഗ്വേർ polynomials എന്ന് വിളിക്കുന്നത്. So solution of Laguerre differential equations are called Laguerre polynomials. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. What we are going to do is we are going to establish that the Laplace transform of e raised to t divided by n factorial into the nth derivative of t raised to n e raised to minus t is equal to s minus 1 the whole raised to n divided by s raised to n plus 1. ഇതൊരു ഡയറക്റ്റ് ടെക്നിക് അല്ല, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. So we know Laplace transform of e raised to at f of t is equal to capital F of s minus a. Now നമ്മൾ L of t raised to n e raised to at യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്, which is n factorial divided by s minus a the whole raised to n plus 1. ഇവിടെ is equal to minus 1 ആകുമ്പോൾ, കാരണം ഇവിടെ ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി വേണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് 1 ആകുമ്പോൾ എൽ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി ഷുഡ് ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണ്, എസ് മൈനസ് മൈനസ് 1 ദാറ്റ് ഈസ് എസ് പ്ലസ് 1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. നൗ പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് ഇനിയും ഈ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് വേണം. So L of fn of t, f of t യുടെ nth derivative in the Laplace transform is equal to s raised to n into L of f of t minus s raised to n minus 1 into y of 0, that is ഇവിടെ f of 0 minus s raised to n minus 2 into f dash of 0 minus etc. into fn minus 1 of 0, n minus 1 the derivative of 0. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ആണ്. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി. ഓക്കെ, എഫ് ഓഫ് 0 എന്ന് വെച്ചാൽ എന്താണ്, ടിക്ക് 0 കൊടുക്കും, ആൻസർ 0 ആണ്. ഇനിയും എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അവിടെയും ടിയുടെ പവർ ഉണ്ട്, എഫ് ഡാഷ് ഓഫ് 0 അപ്പോൾ 0 ആണ്, എക്സെട്ര എഫ് എൻ മൈനസ് 1 0 വരെയുള്ള എല്ലാ ആൻസേഴ്സും 0 ആണ്. കാരണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എല്ലാം അതിൻ്റെ അത് ടിയുടെ പവേഴ്സ് വരും. ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സംതിങ് എന്ന് വരും, വിച്ച് ഈസ് ഓൾവേസ് 0. സോ നമ്മൾ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടിക്ക് പകരം ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി കൊടുക്കുമ്പോൾ ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടിയുടെ nth ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു എസ് റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് ടി എന്നുള്ളത് ഈ ഫംഗ്ഷൻ ആണ്, that is n factorial divided by s plus 1 the whole raised to n plus 1, n factorial divided by s plus 1 the whole raised to n plus 1. ഇനി മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് 0, എഫ് ഓഫ് 0 0, അതിന് ശേഷമുള്ള എല്ലാ ടേംസും 0. സോ മൈനസ് 0 എക്സെട്ര. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു എസ് റേസ് ടു എൻ n factorial divided by s plus 1 the whole raised to n plus 1. നമുക്ക് കിട്ടേണ്ട ഫോർമാറ്റിനോടൊക്കെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ആൻസർ എസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ എസിന് പകരം എസ് പ്ലസ് 1 ആയി, ഇവിടെ എസിന് പകരം എസ് മൈനസ് 1 പകരം എസ് ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് എൽ ഓഫ് ഡി റേസ് ടു എൻ ബൈ ഡി ടി റേസ് ടു എൻ ഓഫ് ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് ടി. ഇതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അതിനെ nth ഡെറിവേറ്റീവ് എന്നുള്ള ഫോമിൽ എഴുതുന്നേ ഉള്ളൂ, എസ് റൈസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1. നൗ എൽ ഓഫ്
എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ടി ഇൻറ്റു ആണ്. അപ്പോൾ ഇ റൈസ് ടു ടി ഇൻറ്റു ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ എൽ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു ടി റൈസ് ടു എൻ ബൈ ഡി ടി റൈസ് ടു എൻ ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടി. Now this is equal to, this is of the form, ഇത് ഇ റൈസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലാണ്. ഇത്രയും സാധനത്തെ എഫ് ഓഫ് ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ആൻസർ എന്നുള്ളത് എഫ് ഓഫ് എസ് മൈനസ് എ, ഇവിടെ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇ റൈസ് ടു ടി ഇൻറ്റു ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, ദിസ് ഈസ് വാട്ട് എഫ് ഓഫ് എസ് ഈസ്. അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ ആണ്, ഇവിടെ ഈസ് ഈക്വൽ ടു എന്തുമാണ്, 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് 1, ദാറ്റ് ഈസ് എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് 1 കൊടുക്കുക. എസ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 പ്ലസ് 1 ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് 1, ദാറ്റ് ഈസ് എസ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എസ് റൈസ് ടു എൻ പ്ലസ് 1. സോ നമുക്ക് കിട്ടേണ്ട ഏകദേശം ഫോർമാറ്റായി, ദാറ്റ് ഈസ് എൽ ഓഫ് ഇ റൈസ് ടു ടി ഡി റൈസ് ടു എൻ ബൈ ഡി ടി റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി റൈസ് ടു എൻ is equal to n factorial into s minus 1 the whole raised to n divided by s raised to n plus 1. നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ആൻസർ എസ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ എൻ ഫാക്ടോറിയൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് 1 ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു ടി ഡി റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി ടി റൈസ് ടു എൻ ഇൻറ്റു e raised to minus t, t raised to n is equal to s minus 1 the whole raised to n divided by s raised to n plus 1. I mean, ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ ആയതുകൊണ്ട് 1 ബൈ n ഫാക്ടോറിയൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം 1 ബൈ n ഫാക്ടോറിയൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എൽ ഓഫ് ഇ റൈസ് ടു ടി ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഡി റൈസ് ടു n ബൈ ഡി ടി റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി t raised to n should be equal to s minus 1 the whole raised to n divided by s raised to n plus 1. That is y of t is equal to L inverse of y of s is equal to L inverse of s minus 1 the whole raised to n divided by s raised to n plus 1 is equal to e raised to t divided by n factorial into d raised to n divided by dt raised to n of e raised to minus t t raised to n. So this is the answer. Okay, അപ്പോൾ നമുക്ക് y of t എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനിയും n is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൻസറും കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് ലാഗ്വേർ പോളിനോമിയൽസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ലാഗ്വേർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ നമുക്ക് ഇതുപോലെ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം, വേരിയബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസും കാണാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.